ഗായത്രിയുടെ മുറി മുകളിലത്തെ നിലയിലാണ്. അമ്മ വല്ലപ്പോഴും മാത്രമേ മുകളിലേക്ക് പോകാറുള്ളൂ. പിന്നെ അച്ഛൻ അന്ന് വീട്ടിലില്ലായിരുന്നു. അത്യാവശ്യമായി എവിടെയോ പോയതാണെന്ന് ഗായത്രി പറഞ്ഞു. ഞാൻ ഒരു 2 മണിക്കൂറിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞ് ട്രെയിനിൽ കയറി. അവളും സംശയിക്കാത്ത രീതിയിൽ അമ്മയോട് സാധാരണ പോലെ നിന്നു. മുൻപ് അവളുടെ വീട്ടിൽ 3-4 തവണ പോയിട്ടുള്ളതിനാലും അമ്മയെ പരിചയപ്പെട്ടതിനാലും അങ്ങനെ പെട്ടെന്നൊന്നും അമ്മ എന്നെ സംശയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ നാട്ടിലെത്തി. നേരെ അവളുടെ വീട്ടിലേക്ക് ഓട്ടോ പിടിച്ച് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും യാത്രാക്ഷീണം കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു. ഈ ക്ഷീണവും കൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കാണിക്കാനാ, ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് ഓട്ടോ പിടിച്ചു. അപ്പോൾ അവളുടെ കോൾ വന്നു. ഹലോ, നീ എവിടെ എത്തി? എടി, ഞാൻ നാട്ടിലെത്തി. ആണോ, എന്നാൽ വേഗം വാടാ, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് കേട്ടോ. എടി, ഞാനും അതെ, പക്ഷേ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് വൈകിട്ട് വന്നാൽ മതിയോ? എടാ, വൈകിട്ട് അച്ഛനുണ്ടാകും, ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം. ശരി. ഇന്നൊരു നല്ല ചാൻസ് ആയിരുന്നു. അവളുടെ അനിയത്തി കുഞ്ഞമ്മയുടെ വീട്ടിലും പോയിരിക്കുമായിരുന്നു. അച്ഛനാണെങ്കിൽ എന്തോ മീറ്റിങ്ങിന് പോയി. അപ്പോൾ ഒന്ന് കൂടാമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ യാത്രാക്ഷീണം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. എൻ്റെ മുറിയിലെത്തിയതും ഞാൻ ഷർട്ടും കഴിച്ച് കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റത് വൈകിട്ട് 6 മണിക്കായിരുന്നു. ഞാൻ മൊബൈലിൽ സമയം നോക്കി. അങ്ങനെ ഇന്നത്തെ ചാൻസും പോയി. ഇപ്പോൾ അവളുടെ അച്ഛനും അനിയത്തിയും വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചിന്തിച്ചെങ്കിലും ഗായത്രിയുടെ മുഖം മനസ്സിലോർത്തപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റ് ചില ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. ഒന്ന് അവളെ വിളിച്ചു നോക്കാം. കുറച്ച് സമയം മാത്രം മതിയല്ലോ. അത്രയും ആഗ്രഹമുള്ളത് കൊണ്ടാണ്, അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവളോട്. അങ്ങനെ ഞാൻ ഫോണെടുത്ത് വിളിച്ചു. എടി, സോറി, ഞാൻ ഉറങ്ങിപ്പോയി. സാരമില്ലടാ, അവൾ നിരാശാഭാവത്തിൽ പറഞ്ഞു. എടി, ഞാനിപ്പോൾ വരണോ? നിൻ്റെ അച്ഛനും അനിയത്തിയും തിരികെ വന്നോ? അവർ വന്നിട്ടില്ല. ആണോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ ഇപ്പോൾ? ഞാൻ കട്ടിൽ നിന്നും ചാടി എണീറ്റു. എടാ, അച്ഛൻ ഇപ്പോൾ വീട്ടിലെത്തും. പിന്നെ അശ്വതി നാളെ വരുന്നുള്ളൂ എന്ന് കുഞ്ഞമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു. ദേ, അച്ഛൻ എത്തിയിട്ടോ. പുറത്ത് കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആണോ? മിസ്സായല്ലോ. ഞാൻ ദീർഘശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് പറഞ്ഞു. സാരമില്ലടാ, നമുക്ക് പിന്നെ നോക്കാം. അവൾ ഒരു ചിരിയാൽ അതും പറഞ്ഞ് ഫോൺ വെച്ചു. ഇനി എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് രാജു. ഇവിടെ ഒരു കോഴ്സ് ചെയ്യുവാണ്. വേറെ ജില്ലയിലാണ് എൻ്റെ നാട്. ഗായത്രി എൻ്റെ കാമുകിയാണ്. ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ഗായത്രി വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസരമുണ്ടെന്ന്. ഏറെ ആഗ്രഹിച്ചതാണെങ്കിലും യാത്രാക്ഷീണം കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പുറത്ത് എവിടുന്നെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. എല്ലായിടങ്ങളിലും ഓരോ കണ്ണുകൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ. മാത്രവുമല്ല, അനുഭവമുണ്ട്. കൂട്ടുകാരന് അങ്ങനെ ഒരിക്കൽ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് വീട്ടിൽ വെച്ച് തന്നെ മതിയെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഗായത്രിയുടെ അനിയത്തി അശ്വതിയാണ് ഞങ്ങൾക്കിടയിലെ ഒരു തടസ്സം. അവൾക്ക് ഇതിനെക്കുറിച്ച് ചെറിയ സംശയമൊക്കെയുണ്ട്. എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്ന ടൈപ്പാണ്. എപ്പോഴും വാല് പോലെ ഗായത്രിയുടെ പിന്നാലെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നിരാശയോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കോൾ വന്നത്. ഞാൻ എടുത്തു നോക്കിയപ്പോൾ സനോജായിരുന്നു. ഹലോ, എന്താടാ? ഞാൻ ചോദിച്ചു. ഇപ്പോൾ നമ്മളെ ഒന്നും വേണ്ടതായി അല്ലേ? അവൻ്റെ ചോദ്യം. എന്ത് പറ്റി? എന്താ കാര്യം? ഞാൻ ചോദിച്ചു. നടക്കട്ടെ. ഇപ്പോൾ എന്തായി? എല്ലാം കഴിഞ്ഞോ? നല്ല ക്ഷീണം കാണുമല്ലേ? വണ്ടിയുമായി വരണോ? അവൻ്റെ വർത്തമാനം കേട്ട് എനിക്ക് ദേഷ്യം വന്നു. എടാ മണ്ട, ഒരു തേങ്ങയും ഉണ്ടായിട്ടില്ല. അപ്പോൾ നീയല്ലേ പറഞ്ഞേ നാട്ടിൽ നിന്ന് വരുന്ന വഴി നേരെ ഗായത്രിയുടെ വീട്ടിലേക്ക് പോകും എന്നൊക്കെ? അതൊക്കെ ശരിയാ. പക്ഷേ യാത്രാക്ഷീണം കാരണം ഞാൻ റൂമിൽ വന്ന് ഉറങ്ങിപ്പോയി. ആണോ? എടാ, അല്ല, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഈ കാര്യമൊന്നും നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. നിനക്കിപ്പോൾ നമ്മളെ വേണ്ടല്ലോ, അതാണല്ലോ നമ്മളോടൊന്നും പറയാത്തെ. റൂം ഷെയർ ചെയ്യാൻ സംഗീതിനെ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ടതായി, അവൻ പരിഭവം പറഞ്ഞു. എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള കൂട്ടുകാരനാണ് സംഗീത്. അവൻ ആദ്യം നിന്ന റൂമിൽ വെള്ളമടിയും അടിപിടിയുമൊക്കെ സ്ഥിരമായത് കൊണ്ട് അവിടെ നിന്ന് മാറി ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് വന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഗായത്രിയെ കാണാൻ പോകുവാണ്, നീ റൂം ലോക്ക് ചെയ്തിട്ട് പോയിക്കോ, ഞാൻ വരാൻ ലേറ്റാകുമെന്നൊക്കെ. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ താക്കോലുള്ളത് കൊണ്ട് വന്നപാടെ തുറന്ന് കിടന്നുറങ്ങാനും പറ്റി. ഞാൻ സനോജിനോട് പറഞ്ഞു, എടാ,
ഇനി നീ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. ഏയ് ഇല്ലടാ, ഇത് നമ്മൾ 3 പേര് മാത്രമേ അറിയൂ. അത് നിനക്കറിയാലോ. അപ്പോൾ ശരി, നാളെ കാണാം. അങ്ങനെ പിറ്റേന്ന് കോളേജിൽ ഞാൻ നേരത്തെ ചെന്നു. ഗായത്രി എൻ്റെ ക്ലാസ്സിന് തൊട്ടപ്പുറത്തുള്ള ക്ലാസ്സിലാണ്. ഞാൻ അവളുടെ ക്ലാസ്സിൽ ചെന്ന് എത്തി നോക്കി. അന്ന് കോളേജിലെത്തിയത് നേരത്തെ ആയതുകൊണ്ട് തന്നെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞതും അവൾ എൻ്റെ മുന്നിൽ. ആ, നീ ഇന്ന് ഇത്ര നേരത്തെ വന്നോ? ഞാൻ ചോദിച്ചു. നീയും ഇന്ന് നേരത്തെയാണല്ലോ? അവളുടെ ചോദ്യം. ആ, അത് പിന്നെ നിന്നെ കാണാത്തത് കൊണ്ട് ഒരെന്തോ പോലെ ആകെയൊരു വല്ലായിക. ആണോ? എന്നാൽ പിന്നെ എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ മേലെ? കൂടെ കൂടെ ഫോട്ടോ അയക്ക് എന്ന് പറയുമല്ലോ. കയ്യിലില്ലേ കുറേ ഫോട്ടോസ്? അവൾ ഒരു ചിരിയാലെ ചോദിച്ചു. ഓഹോ, അങ്ങനെയാണോ? ഫോട്ടോസ് ഉണ്ടെങ്കിലും ഞാൻ ചോദിക്കുന്ന ഫോട്ടോസൊന്നുമല്ലല്ലോ നീ തരാറ്. ഞാൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഞാനത് പറഞ്ഞതും അവൾ എൻ്റെ കയ്യിൽ നുള്ളി. എടി, ഫോട്ടോയിൽ കണ്ടിട്ട് എന്തിനാ? നേരിട്ട് കാണുമ്പോഴല്ലേ നീ ഏറ്റവും കൂടുതൽ സുന്ദരി. ഓ, ചെക്കൻ്റെ ഒരു പുകയത്തൽ. അതും പറഞ്ഞ് അവൾ ക്ലാസ്സിനകത്തേക്ക് കയറി ബാഗ് അവിടെ വെച്ചു. ഞാനും പിന്നാലെ ചെന്ന് അവളുടെ ബെഞ്ചിലിരുന്നു. എടി, ഇരിക്കെന്നും പറഞ്ഞ് ഞാൻ അവളുടെ കൈ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി. ഞാൻ പറഞ്ഞു, എടി, എന്ത് നല്ല തണുപ്പല്ലേ, നല്ല കാലാവസ്ഥ. ഇപ്പോൾ ഇവിടെ ആരുമില്ല. അടുത്ത ക്ലാസ്സിലും ആരും വന്നിട്ടില്ല. അതിനെന്താ, ഒന്ന് പോടാ. അതും പറഞ്ഞ് അവൾ എണീറ്റ് പുറത്തേക്ക് നടക്കവേ പെട്ടെന്ന് ഒരുത്തൻ ക്ലാസ്സിലേക്ക് കയറി വന്നു. എന്നിട്ട് ബാഗ് ഡെസ്കിലേക്ക് ഇട്ടിട്ട് അവൻ പുറത്തേക്ക് പോയി. ഹോ ഭാഗ്യം, അവൾ വേഗം എഴുന്നേറ്റ് നടന്നത്. ഇല്ലെങ്കിൽ അവൻ ഇതൊക്കെ കണ്ട് വല്ല സംശയവും തോന്നിയനെ. പോരാത്തതിന് നാണക്കേടുമായെന്നെ ഞാൻ ചിന്തിച്ചു. ഞാൻ അവളുടെ പിന്നാലെ ചെന്നു. എടി നിൽക്ക്, ഞാനും വരുന്നു. എടാ, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾ വാഷ്റൂമിലേക്കാണ് പോയതെന്ന്. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ തിരികെ വന്നു. വാടാ, ക്യാൻറ്റീനിലേക്ക് പോകാം, എന്തെങ്കിലും കഴിക്കാം. എടി, എൻ്റെ കയ്യിലാകെ ബസ്സിന് കൊടുക്കാനുള്ള കാശേ ഉള്ളൂ കേട്ടോ. ഓ, രാവിലെ തന്നെ ദാരിദ്ര്യം പറയാതെടാ, ഞാൻ കൊടുത്തോളാം, നീ വാ. ഞാൻ അവളുടെ കൂടെ ചെന്നു. അങ്ങനെ ക്യാൻറ്റീനിൽ ചെന്ന് പഫ്സും പെപ്സിയും കഴിച്ചുകൊണ്ടിരിക്കെ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു. എന്ത് സുന്ദരിയാണിവൾ. എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒന്നൊത്തു വന്നിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചു. എടി, ഇനി പോയാ? എന്ത്? അല്ല, നമുക്ക് ഒരവസരം, ഞാൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അതാണോ? ഇന്ന് വൈകിട്ട് അശ്വതി വീട്ടിലെത്തും. ചിലപ്പോൾ ഇപ്പോൾ തന്നെ അവൾ എത്തിക്കാണും. എന്നിട്ട് സ്കൂളിൽ പോകുമായിരിക്കും. പിന്നെ അച്ഛൻ ഇന്നലെ തന്നെ എത്തി കേട്ടോ. ഇനി ഒരാഴ്ച നാട്ടിലുണ്ടാവും. അത് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ അശ്വതിയാണ് പ്രശ്നം അല്ലേ? നാശം. ഞാനത് പറഞ്ഞതും അവൾ എൻ്റെ ചെവി പിടിച്ച് തിരിച്ചു. ഷേ, എടി വിട്, വേദനിക്കുന്നു. വീട്, ഞാനെന്താ കൊച്ചുകുട്ടിയോ? ഞാൻ വേദനയോടെ പറഞ്ഞു. എടാ, എൻ്റെ അനിയത്തെപ്പറ്റി കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, കാമുകനാണെന്ന് നോക്കില്ല, ഒരൊറ്റ അടി വെച്ച് തരും ഞാൻ. അവൾ കയ്യിലുണ്ടായിരുന്ന പെപ്സി കുപ്പി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓ ദൈവമേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണേ, നീ ഒന്ന് ക്ഷമിക്ക്. അവൾ കണ്ണുരുട്ടിക്കൊണ്ട് എന്നെ നോക്കി. പിന്നെ ഒരു നിമിഷത്തേക്ക് മിണ്ടാട്ടമൊന്നും ഉണ്ടായില്ല. ഞാൻ പഫ്സ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ചോദ്യം, മതിയോടാ, ഇനി വേണോ? വേണ്ടടി, മതി. എന്തായാലും എനിക്ക് ഗായത്രിയുടെ ഇത്തരം സ്വഭാവ ഗുണങ്ങളാണ് ഏറെ ഇഷ്ടമായത്. മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയില്ല. നല്ല സ്നേഹമാണ് അവൾക്ക് വേണ്ടപ്പെട്ടവരോട്. പിന്നെ പല പെൺപിള്ളേരെയും പോലെ കോൾ ചെയ്തിട്ട് എടാ റീചാർജ് ചെയ്യുമോ, എടാ നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ, ഈ ബില്ല് പേ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ആളെ പറ്റിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഒരിക്കൽ എൻ്റെ നെറ്റ് തീരാറായി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് റീചാർജ് ചെയ്ത് തരണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലായിരുന്നെങ്കിലും ഞാൻ നെറ്റ് റീചാർജ് ചെയ്യാൻ പോകുക എന്ന് തട്ടിവിട്ടു. ഇങ്ങനെയൊക്കെയുള്ള നല്ല സ്വഭാവ ഗുണങ്ങളും സ്നേഹമുള്ളവളുമാണ് എൻ്റെ കാമുകി. അങ്ങനെ പിന്നീട് ഞാൻ എൻ്റെ മറ്റേ ആഗ്രഹം, രഹസ്യമായി ഒന്ന് കൂടണമെന്നുള്ള ആഗ്രഹം ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്ന് ചിന്തിച്ചു തുടങ്ങി. കൂടെ പഠിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അല്ലാതെ പ്രേമം പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചും മനസ്സിലെ ഈഗോ കാരണമുള്ള ദേഷ്യപ്പെടലും വഴക്കമുണ്ടാക്കി വെറുപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്കും അവൾക്കും ജോലി കിട്ടിയപ്പോൾ അവളുടെ വീട്ടിൽ പോയിട്ട് കാര്യം പറഞ്ഞു. അച്ഛനും അമ്മമാർക്കും പിന്നെ എത്ര നല്ല പയ്യന്മാരെ കിട്ടിയാലും അത്യാഗ്രഹമാണല്ലോ. ഇത് പോരാ, ഇതിലും നല്ല പയ്യൻ വേണമെന്ന്. അങ്ങനെയുള്ള ചെറിയ ആഗ്രഹം അവരും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അവരുടെ ആ ചെറിയ അത്യാഗ്രഹത്തിന് ഗായത്രി മൂക്ക് കയറിട്ട് പിടിച്ചു നിർത്തി. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു.